നമസ്തേ. കഥകളതിസാഗരത്തിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പറയിപ്പറ്റ പന്തിരുകുലത്തിൽ പാണനാരുടെ ദിവ്യത്വങ്ങൾ, സിദ്ധികൾ, അദ്ദേഹത്തിൻ്റെ സൂത്രങ്ങൾ, കൗശലങ്ങൾ, അതൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇപ്പം അദ്ദേഹം മേപ്പാട്ടി ഇല്ലത്താണ് കേട്ടോ. പാണനാര് മേപ്പാട്ടി ഇല്ലത്ത് എത്തിയിട്ടേ ഉള്ളൂ. അപ്പോൾ പാണനാരുടെ പേരും പ്രശസ്തിയും ഇങ്ങനെ കേട്ടുല്ലോ. ക്ഷേത്രത്തിൽ ശാന്തിക്കാരായിട്ടുള്ള ഷണ്ഡകൾ കാര്യങ്ങളെല്ലാം മാറി എല്ലാവരും പാണനാരെ ബഹുമാനിക്കാനായിട്ട് ശീലിച്ചു. അങ്ങനെ എന്ത് കാര്യവും അദ്ദേഹത്തോട് ആലോചിച്ചിട്ട് ചെയ്യാം എന്നുള്ളൊരു സ്ഥിതിവിശേഷമായി. അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ പേര് ആ പുകൾ 4-ാം ദിക്കിലേക്കും ചെന്നു. മേപ്പാട്ടില്ലത്തെ തിരുമേനി ജാതവേദം തിരുമേനി അറിഞ്ഞു. അദ്ദേഹത്തെ ചെന്ന് കണ്ടു. പാണനാരെ കണ്ടിട്ട് അതപ്പോൾ മേപ്പാട്ടില്ലത്തെ തിരുമേനിയുടെ സ്ഥിതി എന്താ വെച്ചാൽ അദ്ദേഹം 3 വേളി കഴിച്ചു. 3 വേളിയിലും കുട്ടികളൊന്നും ഉണ്ടായിട്ടില്ല. ഇഷ്ടംപോലെ കണക്കറ്റ സമ്പത്തുണ്ട് ഇല്ലത്ത്. അനന്തര തലമുറ എന്ന് പറയാൻ ഒരു മകൻ, ഒരു ഉണ്ണി അദ്ദേഹത്തിന് കൂടിയേ കഴിയൂ. ഒരു വേളിയും പ്രസവിക്കണമില്ല. അങ്ങനെയായിട്ട് പാണനാരോട് ചിലർ ഉപദേശിച്ചു അദ്ദേഹത്തെ. ഇനി ആ പാണനാരുടെ തിരുവരങ്കത്തെ പാണനാരോടൊന്ന് ചോദിക്കൂ. അദ്ദേഹത്തിന് എന്താ മനസ്സിൽ തോന്നണമെന്നറിയില്ലല്ലോ. അതുകൊണ്ട് ചിലപ്പോൾ കാര്യം സാധിച്ചേക്കും. അങ്ങനെ പോയി കാണണ്ടേ. അപ്പോൾ പറഞ്ഞു, എനിക്കൊരു കാര്യത്തെപ്പറ്റി ഒന്ന് അങ്ങുമായിട്ട് സംസാരിക്കാൻ. എന്താ തിരുമേനി ഈ പറയണേ? ഞാൻ എന്നെ കാണാൻ ഇങ്ങോട്ട് വരികയെ വിരോധം ഉണ്ടായിട്ടല്ല കേട്ടോ. എന്നാലും അതൊന്നും വേണ്ട. ഒരു വാക്ക് പറഞ്ഞാൽ ഞാൻ അവിടെ വരുമല്ലോ. ഒന്ന് വരും, ഞാൻ വരാം. നാളത്തെ കഴിഞ്ഞ് ഞാൻ അങ്ങോട്ട് വരാം. നമുക്ക് വിശദമായിട്ട് സംസാരിക്കാം. എന്താ അങ്ങയുടെ വിഷമം വെച്ചാൽ എന്നോട് പറയാമെന്ന് പറഞ്ഞോളൂ. എനിക്കറിയാവുന്ന പോലെ ഞാൻ അതിനൊരു പരിഹാരം നിർദ്ദേശിക്കാം എന്ന് പറഞ്ഞ് ചെന്ന് പടിപ്പുരയിൽ ചെന്ന് കാത്തുനിന്നു. കാര്യക്കാരോട് പറഞ്ഞു, തിരുമേനിയോട് പറയൂ, തിരുവരങ്കത്തെ പാണനാർ വന്നിരിക്കണമെന്ന്. അപ്പം കാര്യക്കാരൻ ചെന്ന് പറഞ്ഞപ്പോൾ തിരുമേനി തന്നെ നേരിട്ട് വേളിമാരെ കൂടി വരൂ ഇതാ പാണനാർ വന്നേക്കണു, വരൂ, നമുക്ക് അദ്ദേഹത്തെ വിളിച്ച് ഇല്ലത്തേക്ക് കൊണ്ടുവരിക എന്ന് പറഞ്ഞ് വേളിമാരോട് കൂടി ചെന്ന് അദ്ദേഹത്തെ പാണനാരെ വലിയ കാര്യമായിട്ട് വരൂ ഞങ്ങൾ ഇവിടെ നിൽക്കുക, എന്താ ഈ പറയണേ, നമ്മുടെ ഇല്ലത്തേക്ക് വരാണ്ടോ? അയ്യോ, ഞാൻ എങ്ങനെയാണ് വരണത്? എന്താ ഈ പറയണേ? അങ്ങയുടെ ഏട്ടൻ അഗ്നിഹോത്രി വന്ന ഇല്ലത്തേക്ക് വരുമല്ലോ. ഏട്ടനാര്? ഈ പാട്ടും പാടി നടന്ന് ഉപജീവനം കഴിക്കണം ഞാനാര് എന്നൊക്കെ പറഞ്ഞു. അതൊന്നുമല്ല, എത്ര ക്ഷേത്രങ്ങൾക്ക് തന്ത്രം വഹിക്കണം ആളാ അഗ്നിഹോത്രി. അദ്ദേഹത്തിൻ്റെ അനിയനല്ലേ അവിടുന്ന്. വരൂ, എൻ്റെ ഇല്ലത്തേക്ക് വരൂ എന്നുള്ള നിർബന്ധിച്ച് കൊണ്ടുപോയി. അതാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നിർത്തിയത്. ഇനി ഉണ്ടായ സംഭവമാണ് ആദ്യം വിശദമായ വിധത്തിൽ വേളിമാരും അദ്ദേഹം കൂടെ പാണനാരെ സൽക്കരിച്ചു. കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ജാതവേദം തിരുവേനിയുള്ള കാര്യങ്ങൾ തുറന്നു പറഞ്ഞു. ഇഷ്ടം പോലെ കണക്കറ്റ സമ്പത്ത് ഉള്ള ഇല്ലമാണിവിടെ. എനിക്ക് 3 പേര് വേളിമാരുണ്ട്. ഇതാ നോക്കൂ, പറമ്പിൽ മനവക പറമ്പിൽ ഒക്കെ ആയിട്ട് ഇതാ 6-7 ആനകളെ ഇപ്പം അവിടെ ഇവിടെയൊക്കെ കെട്ടിയിട്ടുണ്ട്. 3-4 മലയിലേക്ക് പോയേക്ക് തടി പിടിക്കാൻ. അവർ വന്നാൽ ഇവർ പോകും. ചിലർ എഴുന്നള്ളത്തിന് പോയിക്കണം. 12 ആനകൾ നിലവിൽ ഇപ്പം മേപ്പാട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. അത്ര സമ്പത്തുള്ളത്. പക്ഷേ എന്താ ചെയ്യുക? നാളേക്ക് മേലാക്കം ഒരു പിൻഗാമി എനിക്ക് വായിക്കരിയിടാനേ. മരിച്ചാൽ അങ്ങനെയൊന്നും ഇല്ലേ നമുക്ക്? അതിനൊരു ഉണ്ണിയില്ല എനിക്ക്, സന്താനങ്ങളൊന്നുമില്ല. 3 വേളി കഴിച്ചു, ഒരു പ്രയോജനം ഉണ്ടായില്ല. ഒരു പരിഹാരം അങ്ങ് നിർദ്ദേശിക്കണം. എന്ത് വേണമെങ്കിൽ ചെയ്യാം, എത്ര വേണമെങ്കിൽ പണവും ചെലവഴിക്കാം. ഒരു ഉണ്ണി ഉണ്ടായി കാണണമെന്ന് ഒരു മോഹം, അതുകൊണ്ടാണ് പറയണേന്ന് പറഞ്ഞു. പാണനാർ പറഞ്ഞു, നമുക്ക് നോക്കാം, എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഇത് ഞാൻ ഒന്ന് നോക്കട്ടെ ഇവിടുത്തെ നിമിത്തതനുസരിച്ച്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പാണനാരും തിരുമേനിയും കൂടി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവരെ പൂമുഖത്തെ ഇരിപ്പിടത്തിൽ ഇരുന്നു കൊണ്ടാണ് അവരുടെ സംസാരം. പല മഹാന്മാരും വന്നു ഇവിടെ, പല കർമ്മങ്ങളും ഒക്കെ നടത്തി. ഒന്നും ഒരു പ്രയോജനം ഉണ്ടായില്ല. ഇനിയിപ്പോൾ ഗതി കിട്ടാത്ത ആത്മാവായി തീരുമോ എൻ്റേത്? ഒന്നുമില്ലല്ലോ എന്ന് വിചാരിച്ചു.
ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈശാന കോണിൽ നിന്നിരുന്ന ഒരു തെങ്ങിൽ നിന്ന് ഒരു കൊതുമ്പ് മടക്കല, ഈ തെങ്ങിൻ്റെ മടൽ മടക്കല എന്നൊക്കെ പറയും, ഒരു ഈശാന കോണിൽ നിന്ന് ഒരു പല്ലി ചെലച്ചു. എന്താ വേണ്ട വെച്ചാൽ പറഞ്ഞോളൂ, ചെയ്യാം എന്നിങ്ങനെ പറഞ്ഞപ്പോൾ ഒരു പല്ലി ചലിച്ചു. മാത്രമല്ല, മുറ്റത്ത് നിൽക്കണ തെങ്ങിൽ നിന്നൊരു കൊതുമ്പ് അടർന്നിങ്ങോട്ട് വീണു. ആ കൊതുമ്പ് അടർന്ന് വീണിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ പണനാരും തിരുമേനിയും ഇരിക്കുന്നതിൻ്റെ മുൻവശത്തായിട്ട് വന്ന് കുത്തി അങ്ങോട്ട് വീണു. കുത്തി വീണ് അതിങ്ങനെ കുത്തി നിന്നു. അത് നിൽക്കണ ഒരു നിലവ് കണ്ടാൽ ഒറ്റ നോട്ടത്തിൽ ഒരു സർപ്പം വിടർത്തി ഇങ്ങനെ നിൽക്കുകയാണ് എന്നൊരു തോന്നല ഉണ്ടാവുക. അത് കണ്ടപ്പോൾ പാണനാർക്ക് മനസ്സിലായി ഇതൊരു ശകുനമാണ്, ഇത് വച്ചിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാവും, നോക്കട്ടെ, ആലോചിക്കട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ ആയി കഴിഞ്ഞപ്പോൾ ശരി, ഇത് പാണന അങ്ങ് എങ്ങനെയാ നിത്യനിദാനം പൂജകളും കാര്യങ്ങളും ഒക്കെ പതിവുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ ദേവാലൊക്കെ പതിവുണ്ട്, ഏതാ ഇഷ്ട ദൈവം ഏതാണെന്ന് ചോദിച്ചു. എനിക്കങ്ങനെ പ്രത്യേകിച്ചൊരു ദൈവമൊന്നുമില്ല. ബ്രാഹ്മണരുടേതായ ചില ചിട്ടകളുണ്ടല്ലോ, ഞാൻ തേവാരം കഴിക്കാറുണ്ട്, വൈശ്യം കഴിക്കാറുണ്ട്, സന്ധ്യാവന്ദനവും പതിവുണ്ട്, ഇത്രയേ ഉള്ളൂ. എനിക്കല്ലാണ്ട് പ്രത്യേകിച്ച് ഞാനിപ്പോൾ ഒരു ദൈവങ്ങളെ ആരാധിക്കുക അങ്ങനെയൊന്നുമില്ല. എന്നാൽ അങ്ങയുടെ സഹോദരങ്ങൾ 3 പേര് അപമൃത്യു വരിച്ചിട്ടുണ്ട്, അപമൃത്യുവായി അങ്ങോട്ട് പോയിട്ടുണ്ട് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റണം. അപ്പം തിരുമേനി പറഞ്ഞു, ശരിയത് കേട്ടോ, പാണനാർ പറഞ്ഞത് വളരെ ശരിയാണ്. എനിക്ക് ജ്യേഷ്ഠന്മാരായിട്ട് 3 പേരുണ്ടായിരുന്നു ഈ ഇല്ലത്ത്. അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട്, 3 ആളെ ഇങ്ങനെ ഒരു വിഷം തൊട്ടാണ് അവരൊക്കെ പോയിരിക്കണേന്ന്. അതാ പറഞ്ഞേ, ആ കൊതുമ്പ് വന്നൊന്ന് വീണത് ഒരു സർപ്പം വാല് ഉയർത്തി വാലിൽ കുത്തി പത്തി വിടർത്തി നിൽക്കുന്നൊരു ഛായയെ തോന്നിയത്. സർപ്പകോപമുണ്ട് ഇവിടേക്ക്. അങ്ങയുടെ പൂർവികന്മാരിവിടം കാട് വെട്ടിത്തെളിച്ച് സർപ്പക്കാടുകളൊക്കെ നശിപ്പിച്ച് അവരെന്തൊക്കെ ഉപദ്രവങ്ങൾ ചെയ്തിട്ടുണ്ട്. എന്നാൽ അങ്ങയുടെ ഏട്ടന്മാരൊക്കെ മരിച്ചതുപോലെ തന്നെ അങ്ങയ്ക്കും അപമൃത്യു വരേണ്ടതായിരുന്നു. എന്നിട്ട് എന്തേ നോമിനൊന്നും സംഭവിച്ചില്ലല്ലോ, ഇതുവരെയല്ലേ, എന്തു പറ്റി എന്ന് ചോദിച്ചു. പറഞ്ഞു, അതിനൊരു പ്രത്യേകതയുണ്ട്. അങ്ങയുടെ ജന്മനക്ഷത്രം ആയില്യമാണ്, സർപ്പങ്ങളുടെയും ജന്മനക്ഷത്രം ആയില്യമാണ്. അപ്പോൾ അവർക്കൊരു പ്രതീക്ഷയുണ്ട്. ആയില്യം നക്ഷത്രത്തിൽ ജനിച്ച അങ്ങ് അവർക്ക് ഒരു ആരൂഢം, അതായത് എവിടെയെങ്കിലും ഇരിക്കുക, ഇല്ലപ്പറമ്പിൽ എവിടെയെങ്കിലും സ്വസ്ഥമായി കഴിഞ്ഞുകൂടാവുന്ന വിധത്തിലൊരു സ്ഥലം, അതായത് ഒരു സർപ്പക്കാവ് വച്ച് വിഗ്രഹങ്ങൾ, ഇതൊക്കെ സർപ്പവിഗ്രഹങ്ങളൊക്കെ വച്ച് പൂജ ചെയ്ത് ആരാധിച്ച് അവർക്ക് സ്വസ്ഥമായിരിക്കാനുള്ള ഒരേർപ്പാടുണ്ടാക്കി കൊടുക്കുന്നവർക്കൊരു പ്രതീക്ഷയുണ്ട്. അതുകൊണ്ടാണ് അങ്ങയുടെ ആയുസ്സും ഇങ്ങനെ നിൽക്കണേന്ന് പറഞ്ഞു. അതെയോ, ആവാലോ, എന്താ വേണ്ട വെച്ചാൽ ചെയ്യാലോ, എന്താന്ന് വെച്ചാൽ പറഞ്ഞോളൂ. അങ്ങനെ പാണനാർ നിർദ്ദേശപ്രകാരം സർപ്പവിഗ്രഹങ്ങൾ എല്ലാം പല പല സർപ്പങ്ങൾ, പ്രധാനപ്പെട്ട സർപ്പങ്ങൾ, നാഗരാജാവ്, നാഗയക്ഷി, മറ്റ് സർപ്പങ്ങൾ, കുട്ടി സർപ്പങ്ങൾ എല്ലാവരുമൊക്കെ ആയിട്ട് പ്രതിഷ്ഠിച്ച് ഓരോരോ വിഗ്രഹങ്ങളൊക്കെ തീർത്ത് പ്രത്യേക സ്ഥലത്ത് പ്രത്യേകമായിട്ട് ഇരുത്തി അവർക്ക് പാലും 100 മാസത്തിൽ ഒരു നിവേദ്യം കൊടുത്താൽ മതി. അത് കന്നിമാസത്തിൽ ആയില്യത്തിന് വിശേഷാൽ കൊടുക്കുക. അങ്ങനെ പ്രതിഷ്ഠ നടത്തി സർപ്പക്കാവ് സ്ഥാപിച്ചു, സർപ്പപൂജയൊക്കെ തുടങ്ങി. അപ്പോൾ തിരുമേനി പറഞ്ഞു, ഇതെല്ലാം ആവാം, അതിനെത്ര പണം വെച്ചാൽ അങ്ങ് തന്നെ ഇവിടെ നിന്ന് വേണ്ട വിധത്തിൽ ഒക്കെ ആക്കി തീർക്കണം. ഈ വിഗ്രഹങ്ങളൊക്കെ ഉണ്ടാക്കണേടത്തെ ഇത്തിരി അറിവുള്ള ആരെങ്കിലും വേണ്ടേ, അതൊന്നും മനസ്സിലാക്കിയിട്ടുമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പാണനാരുടെ നേതൃത്വത്തിൽ അവിടെ സർപ്പക്കാവ് സ്ഥാപിച്ചു, സർപ്പങ്ങളെയൊക്കെ പ്രതിഷ്ഠിച്ചു, സർപ്പപൂജ നടന്നു. കന്നിമാസത്തിലെ ആയില്യം വിശേഷാലായിട്ട് പൂജകൾ നടത്തി. പിന്നീട് എല്ലാ ആയില്യങ്ങളും സർപ്പക്കാവിൽ പൂജ നടത്തും. അങ്ങനെയൊക്കെ ആയി. അങ്ങനെ ആയി കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അത്ഭുതമെന്നേ പറയണ്ടു. അത്ഭുതമെന്ന് പറഞ്ഞാൽ സത്യവും അതാണ്. തിരുമേനിയുടെ 3 വേളിമാർ ഗർഭിണികളായി. ഒപ്പം ഒരേപോലെ തന്നെ ഒരേ സമയത്ത് തന്നെ
തിരുമേനി സന്തോഷം കൊണ്ട് പാണനാരെ വരുത്തി വിവരം പറഞ്ഞു. പ്രത്യേകം സമ്മാനങ്ങളൊക്കെ കൊടുക്കുകയൊക്കെ ഉണ്ടായി. യഥാസമയം ഗർഭം പൂർത്തിയായി. അദ്ദേഹത്തിൻ്റെ മേപ്പാട്ടില്ലത്തെ ജാതവേദം തിരുമേനിയുടെ വേളിമാരായ 3 പേരും സുഖപ്രസവത്തോടെ മിടുക്കരായ ഓരോ ഉണ്ണിമാരെ പ്രസവിക്കുകയും അങ്ങനെ മേപ്പാട്ടില്ലത്തെ തിരുമേനി ഏറെ സന്തോഷിക്കുകയും ചെയ്തു. ഇതെന്തേ കാരണം? പാണൻ്റെ ആ സിദ്ധി ഒന്ന് മാത്രമാണ്. എന്തായിരുന്നു പ്രശ്നം? അദ്ദേഹത്തിന് സന്താനഭാഗ്യം ഇല്ലാതിരിക്കുന്നതിൻ്റെ കാരണം കണ്ടുപിടിച്ച് അതിന് പരിഹാരം നിർദ്ദേശിച്ച് തൻ്റെ തന്നെ നേതൃത്വത്തിൽ നിന്ന് ആ പരിഹാരകർമ്മങ്ങളൊക്കെ ചെയ്തു. വേളിമാർ പ്രസവിച്ച് അദ്ദേഹത്തിന് 3 ഉണ്ണികളുണ്ടായി. എല്ലാം ശുഭമായി. ഇതാണ് പാണനാരുടെ ഒരു പ്രത്യേക സിദ്ധി എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ദിവ്യത്വം അതൊന്ന് മാത്രമാണ് ഇവിടെ കാണുന്നത്. ഈ കഥ ഇവിടെ നിൽക്കുകയാണ്. പാണന്മാരുടെ ദിവ്യനായ പാണനാർ. ഇനി ഇത് 2ാം ഭാഗം ഇങ്ങനെ കഴിഞ്ഞു. ഇതുവഴി വന്നാലും ഇത്തിരി നേരം ഇരുന്നാലും കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ, കാര്യം പറയും കഥയാണേ. എല്ലാവർക്കും നന്ദി.